നമ്മളോട് യാതൊരു ഇതുമില്ലാത്ത ഓരോ നടന്മാർ 3 ദിവസം കഴിഞ്ഞ് അൻസിബ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ വന്നു. നിങ്ങൾ തന്നെയല്ലേ, നിങ്ങൾ തന്നെ ഒരു വടി കൊടുത്തിട്ട് എന്നെ അടിക്കി എന്ന് പറയുന്ന മാതിരിയല്ല. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ യാതൊരു ബോധവും ഇല്ലാതെ. മദ്യപാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട്. സത്യത്തിൽ ലക്ഷ്മിപ്രിയ മദ്യപിക്കാറുണ്ടോ? മദ്യപിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേന് ഇത്രയും കിടന്ന് ചിരിക്കാനായിട്ട് എന്തോ ഇരിക്കുന്നു? ഓ, ചിരിക്കുമ്പോഴത്തേക്കിനെ നമുക്ക് ഏത് ആൻസർ പറയണമെന്ന് കുറച്ച് സമയം കിട്ടില്ല ഒന്ന് ആലോചിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ചിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഞാൻ മദ്യപിക്കുന്ന വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊരു റീകൺഫർമേഷൻ കൂടെ എടുക്കാനായിട്ട് പറ്റുമായിരിക്കില്ലേ? അതിനായിട്ടായിരിക്കും ഇത്ര നീട്ടി വിട്ടൊരു ചിരി അങ്ങ് ചിരിച്ചത്. മനസ്സിലാവുന്നുണ്ട് കാണുന്നവർക്ക്. അങ്ങനെ ലക്ഷ്മിപ്രിയയുടെ 2ാമത്തെ ഇന്റർവ്യൂവിന്റെ ഭാഗവും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വളരെ ഗംഭീരമായിട്ട് ചേച്ചി സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന ഭാഗങ്ങളിലെ 3-4 ക്ലിപ്പുകൾ നമുക്ക് കാണേണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ്. സ്വന്തമായിട്ടൊരു വിവാദം ഉണ്ടാക്കുക, എന്നിട്ട് ആ വിവാദത്തെ കണ്ടിന്യൂ ചെയ്യുക, എത്രത്തോളം നമ്മളെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം കൊണ്ടുപോകുക, അതിൽ നിന്നും ഒരു റീച്ച് ഉണ്ടാക്കുക, പിന്നെ അത് വെച്ച് ജീവിക്കുക. അതൊക്കെ ആയിരിക്കുമല്ലോ ചേച്ചിയുടെ ഉദ്ദേശം. അതൊക്കെ ആയിരിക്കുമെന്നല്ല, അതൊക്കെ തന്നെയാണ്. പിന്നെ പുറമേ നോക്കുമ്പോൾ നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്. ഞാനൊന്ന് പുറത്തിറങ്ങി മീൻ മേടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഒരു 5 പേരെങ്കിലും വന്ന് എൻ്റെ കൂടെ ഒന്ന് സെൽഫി എടുക്കും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാണുന്ന കണ്ണിൽ ഞാനൊരു സെലിബ്രിറ്റിയാണ്, അതുകൊണ്ടാണ് എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് തീരുമാനിക്കുന്നതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പച്ചാളം, ഇതൊക്കെ ആ സിനിമയിൽ കൊണ്ടുവരുന്ന ഡയലോഗ് അല്ലായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഈ ഡയലോഗ് ഒന്നും ആ സിനിമയിൽ കൊണ്ടുവന്നില്ല? അല്ലേ? വളരെ നല്ല ഡയലോഗുകളല്ലായിരുന്നു. പിന്നെ എനിക്ക് സാധാരണക്കാരെ പോലെ വൃത്തിയില്ലാതെ ഒരുങ്ങി പോകാനൊന്നും പറ്റത്തില്ല. എനിക്ക് വൃത്തിയോട് കൂടി ഒരുങ്ങി പോകണം. കാരണം നമ്മളൊരു സെലിബ്രിറ്റി അല്ലേ, ആൾക്കാർ നമ്മളെ കാണുന്നതല്ലേ. ഞങ്ങളെല്ലാം രാവിലെ എഴുന്നേറ്റിട്ട് കോണാനും എടുത്ത് കയ്യിലൊരു വടിയും പിടിച്ചോണ്ട് തലയിലൊരു മറ്റേ മയിൽപീലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൂവലോ എടുത്ത് കുത്തിക്കയറ്റി വെച്ചു എമ്പത്തെ ഇങ്ങനെയല്ല ഞങ്ങൾ ഓടിപ്പോകുന്നത്. രാവിലെ ടെക്നോ പാർക്ക് ജോലിക്ക് പോകുന്നവരെല്ലാം ഇങ്ങനെയാണ് പോകുന്നത്. രാവിലെ ഗവൺമെന്റ് ഓഫീസിൽ പോകുന്നവർ അങ്ങനെ പോകുന്നത്. എഞ്ചിനീയർമാര്, ഡോക്ടർ രാവിലെ പോകുന്നത് വെച്ചാൽ ഒരു കയ്യിൽ ഒരു കത്രിക, ഇപ്പുറത്തെ കയ്യിൽ സ്റ്റെതസ്കോപ്പ്, ഇത് രണ്ടും പിടിച്ചോണ്ട് ഒരു പൂക്കിമാൻ്റെ ഒരു ജട്ടി എടുത്തിട്ടുണ്ടായിരിക്കും ഡോക്ടർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവര് മാത്രമേ ഉള്ളൂ. നാട്ടുകാർ കാണുന്നതല്ലേ, വളരെ ഗംഭീരമായിട്ടല്ലേ ഞാൻ ഒരുങ്ങി പോകണ്ടെന്ന് പറയുന്നത് അല്ലേ? വളരെ ഗംഭീരം ചേച്ചി. ഇനിയും ചേച്ചിയുടെ ഗംഭീരമായിട്ടുള്ള അതിഗംഭീരം എന്ന് പറയില്ല, വർണ്ണമനോഹരം. വേണമെങ്കിൽ നമുക്ക് തൃശ്ശൂർ പൂരത്തിന് വരെ എടുത്ത് 4 പേരുടെ മുന്നിലേക്ക് ഒരു ആനയുടെ പുറത്ത് കയറ്റി വെച്ച് കാണിക്കാം. അത് ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആന ഏതാണോ, ഗജരാജനോ നടരാജനോ, ആ ആനയുടെ മോളി എടുത്ത് വെച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും. നമുക്ക് കണ്ടുവരാൻ എന്തുവാന്നുള്ളത്. മദ്യപാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട്. സത്യത്തിൽ ലക്ഷ്മിപ്രിയ മദ്യപിക്കാറുണ്ടോ? ഈ പറയുന്നവരൊക്കെ ഒരു തെളിവ് കൊണ്ടുവരട്ടെ, ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ എന്തെങ്കിലും കൊണ്ടുവരട്ടെ. പക്ഷേ അവരെ കൊണ്ട് ഇതൊക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഓൾറെഡി ഇതുപോലൊരു തെളിവ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യം ഈ കാന്താരി എന്ന് പറഞ്ഞ അവര് റെസ്റ്റോറന്റുകാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ആ സാധനം ഇല്ല. പിന്നെ ഇനിയിപ്പോ എവിടെ നിന്ന് എടുത്തോണ്ട് വരാനാ? ഇനിയിപ്പോ ഇവരെ ഫോൺ എങ്ങാണം, അതിനിപ്പോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അല്ല ഇവര് തന്നെ എടുത്ത് റീപോസ്റ്റ് ചെയ്യണം, അല്ല ആരെങ്കിലും എടുത്ത് പോസ്റ്റ് ചെയ്യണം, അല്ലാതെ കിട്ടാൻ വഴിയൊന്നുമില്ല. ചെയ്യിപ്പിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്ന അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബില്ലും ആ സ്ഥലവും ഡീറ്റെയിൽസും എല്ലാം എന്റെ ഈ ഫോണിലുണ്ട്. മറ്റേ ശങ്കരാടി ചോദിക്കുമ്പം കൈമലർത്തുന്ന പോലെ അല്ല. സെപ്റ്റംബർ 13-ാം തീയതി ബ്ലഞ്ച് എന്ന് പറയുന്ന ഒരു റെസ്റ്റോ ബാറിൽ ഈ പറയുന്ന അൻസിബ ഹസൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് നോൺ വെജ് കഴിക്കില്ല, അരിഭക്ഷണം കഴിക്കില്ല, ഒന്നും കഴിക്കാതിരിക്കണ. സർവോപരി അന്ന് എനിക്ക് പനി പിടിച്ചിട്ടിരിക്കുന്ന ഒരു സമയം. ആ കുട്ടിയോട് വേറെ. അപ്പൊ നിങ്ങൾ ഈ സമയം നോൺ വെജ് കഴിക്കൂല്ലേ? ബ്ലണ്ട് എന്ന് പറയുന്ന റെസ്റ്റോറന്റിൽ കൊണ്ടുപോയി അൻസിബയ്ക്ക് മേടിച്ചു കൊടുത്തതിന്റെ തെളിവ് എന്റെ ഫോണിലുണ്ടോ? അതെങ്ങനെ? അപ്പം അൻസിബയ്ക്ക് മറ്റേ കുപ്പി ഇങ്ങനെ മേടിച്ചിട്ട് ഈ കയ്യിൽ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ഹായ് അൻസിബ ദിസ് ഈസ് യുവർ ബോട്ടിൽ എന്ന് പറഞ്ഞിങ്ങനെ അവിടുത്തെ ഹാലോ അങ്ങനെയാണോ കൊടുത്തത്? അല്ല തെളിവ് എനിക്ക് മനസ്സിലായില്ല. അതോ ഇനി ഇപ്പൊ ബീവറേജിൽ നിന്നോ ബാറിൽ നിന്നൊക്കെ ബില്ലടിക്കുമ്പോഴത്തേക്കിന് പേരും വയസ്സും സ്ഥലപ്പേരും ഒക്കെ പറഞ്ഞിട്ടാണോ ബില്ലടിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഒരാളും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അവര് ഭക്ഷണം കഴിച്ചതിന്റെയും ബില്ല് ഞാനാണ് പേ ചെയ്തത്. നിങ്ങൾ പേ ചെയ്യാലോ, കോടിക്കണക്കിനല്ലേ വരുന്നത്, കോടിക്കണക്കിന് പേ ചെയ്യാലോ അല്ലേ? ഭക്ഷണം കഴിക്കുകയല്ലായിരുന്നു. ഭക്ഷണം കഴിക്കാൻ മാത്രമാണെങ്കിൽ ഈ നിരപരാധിയായ എന്നെ അവിടെ കൊണ്ടുപോയത് എന്ത് കാര്യത്തിനാണ്? ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത എന്നെ എന്തിനാണ് അവിടെ കൊണ്ടുപോയത്? എന്തിനാണ്? അയ്യേ, അതിനകത്ത് എന്ത് കണക്ഷനാ ഉള്ളത്? അവർ ഭക്ഷണം കഴിക്കാനല്ല അവിടെ പോയതെന്ന്. ഭക്ഷണം കഴിക്കാനായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ നിരപരാധിയായ എന്നെ എന്തിനാണ് കൊണ്ടുപോയതെന്നും. എടാ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിനകത്ത് മദ്യപിക്കുന്നവരും കാണും, മദ്യപിക്കാത്തവരും കാണും. നമ്മളൊരു ബാറിൽ അടിക്കാൻ പോകുമ്പോൾ ആരെയായിരിക്കും കൂട്ടുന്നത്? കൂടെ ഇരുന്ന് 2 അടിക്കുന്നവനല്ലേ.
അല്ലാതെ അടിക്കാതെ നാരങ്ങ വെള്ളം കുടിക്കുന്നതിനെ വിളിച്ചോണ്ട് പോയിട്ട് ബാറിൽ പോകേണ്ട ആവശ്യമുണ്ടോ? അവനുമായിട്ട് എവിടെ പോകണം? വല്ല കഫേയിലും പോയി നാരങ്ങ വെള്ളം മേടിച്ച് കൊടുത്താൽ പോരെ. അപ്പൊ ബാറിൽ പോകുമ്പോഴത്തേന് 2 എണ്ണം അടിക്കുന്നവരെ 2 എണ്ണം വീശുന്നവരെ കൂടെ കൊണ്ടുപോകണം. എന്നാലേ നമുക്ക് തച്ച് 2 വർത്താനമൊക്കെ പറഞ്ഞ് അപ്പുറത്തവനെ 2 കൊതിഞ്ഞോണയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ പറ്റൂ അല്ലേ? അത്രേ ഉള്ളു. അപ്പം ഇതിനകത്ത് ചേച്ചി പറഞ്ഞത് അത്ര ക്ലിയർ അല്ലല്ലോ അല്ലേ? വ്യക്തമല്ലല്ലോ. ആ വ്യക്തത അതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല. ഒരു നിരപരാധിയായ എന്നെ എന്തിനാണ് അവർ ബാറിൽ കൊണ്ടുപോയത്? അയ്യോ, സ്വന്തമായിട്ട് നിരപരാധി എന്ന് പറയുന്ന ആദ്യത്തെ നിരപരാധിയായിരിക്കും കേരളത്തില്. കേരള നിരപരാധി അസോസിയേഷൻ പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ, കൊല്ലം ഘടകം പ്രസിഡന്റ് ബിച്ചു, ഞങ്ങൾ 2 പേരും നിരപരാധികളായിരിക്കുന്നതായിരിക്കും. യെസ് യുവർ ഓണർ, നോ യുവർ ഓണർ, ഒബ്ജക്ഷൻ യുവർ ഓണർ. ഓണർ അവിടെ 3 ദിവസം കഴിഞ്ഞ് അൻസിബ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങനെ പൈസ എന്തെങ്കിലും വേണേ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ എന്നെ ഒന്നൊരു 50,000 എന്നെ ഹെൽപ്പ് ചെയ്യാവോന്ന് ചോദിച്ചു. ഞാൻ അകത്ത് പോയിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ നിന്ന് 50,000 രൂപ ഈ കുട്ടിക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഓക്കെ, എന്റെ കയ്യിലുണ്ടായിരുന്നതിനകത്തുനിന്ന് പെട്ടെന്നൊരു 50,000. സെലിബ്രിറ്റീസ് ആണ്, പൈസ കണ്ട് വളരുന്നവരാണ്, പൈസ കയ്യിലുള്ളവരാണ്. 50,000 രൂപ കാണും. അതിനിപ്പോ എന്തുവാ? 50,000 രൂപ കൈ സൂക്ഷിച്ചു കൂടുന്നുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല, സൂക്ഷിക്കാം. കയ്യിലുള്ളതിനകത്തു നിന്നും ഒരു 50,000. അപ്പം ലോട്ട് ഓഫ് മണീസ് യു ഹാവ് ഇൻ യുവർ ഹൗസ്, ഇൻ യുവർ വാലറ്റ് അല്ലേ? അങ്ങനെ നിങ്ങൾ പറയാതെ പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യമൊന്നും ഇങ്ങനെ പറയണ്ട. കാണുന്നവർക്ക് ഇതുപോലെ ആയിരിക്കും ചിന്തിക്കാനെടുക്കാൻ തോന്നുന്നത്. ലോജിക്കലി സംസാരിക്കുക, ചിന്തിച്ച് സംസാരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. അങ്ങനെ സാവിത്രി ബാർ ഹോട്ടലിലാണ് പിന്നീട് ഇവര് താമസിക്കുന്നത്, പിറ്റേ സ്കെഡ്യൂള് താമസിക്കുന്നത്. ഞാൻ അവിടെ താമസിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അവിടെയും വെളുപ്പിനെ 4 മണി 5 മണി ആയ സമയത്ത് ഇതേ പറയുന്ന മിഥിലാജ് അവിടെ വരികയും ഇതേ ID പ്രൂഫ് ചോദിക്കുകയും അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറയും. ഇതേ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ലടേ, ഈ മിഥിലജിന് എന്തിനാണ് ഈ 4 മണിക്കും 5 മണിക്കും ഒക്കെ റൂമിലോട്ട് പോകുന്നത്? അല്ല, ഈ കഥയിൽ 4 മണി 5 മണിക്ക് പറയേണ്ട കാര്യം എന്തുവാ? അല്ല പോട്ടെ, ഞാൻ പറഞ്ഞ ശരിയല്ല. ഉറങ്ങാനുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ പോയി കിടന്നു. ഈ 4 മണി 5 മണി ഇവര് പറയാനുള്ള കാരണം എന്തുവാ? ഇതെന്തോ അമ്പലമോ 5 മണിക്ക് വന്നിട്ട് നട തുറക്കാനായിട്ട്? അതോ ജിമ്മാ രാവിലെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട്? ഇത് രണ്ടും അല്ലാതെ രാവിലെ മോർണിംഗ് വാക്കിന് പോകുന്ന വഴി ഓടിക്കയറുന്നതാണോ? ഇതുമല്ലെങ്കിൽ പിന്നെ 5 മണിക്ക് പോകുന്ന പരിപാടി എന്തുവാ? പിന്നെ ആൾക്കാർ രാവിലെ കുളിച്ചൊരുങ്ങിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിക്ക് തെറ്റി ഹോട്ടൽ റൂമിലോട്ട് കയറി പോകുന്നതാണോ? രാവിലെ മറ്റേ പാലരുവി എക്സ്പ്രസ് പിടിക്കാനോ കാണാൻ പോയതാണോ? കൊല്ലം വഴി വല്ലതാണോ പോയത്? ചേച്ചി പറയുന്ന കഥയിൽ 4 മണി എന്നുള്ള കണക്ക് കേൾക്കുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാവും. 4 മണിക്ക് ഹോട്ടൽ റൂമിൽ നിരന്തരം വരേണ്ട ആവശ്യം എന്തുവാ? ഹോട്ടൽ തുറക്കാനോ? അതിന്റെയും CCTV ഫൂട്ടേജസ് ഉണ്ട്. മനസ്സിലാക്കുന്നത് CCTV ഫൂട്ടേജസ് ഉണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ആ ഹോട്ടലുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. ഞാൻ ആദ്യമേ അത് പറഞ്ഞ് കൈ കഴുകിയിട്ടുണ്ട്. പക്ഷെ അവരുടെ CCTV ഫൂട്ടേജസ് കയ്യിലുണ്ട്. യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ഹോട്ടലുകാരുടെ കയ്യിൽ നിന്നും CCTV ഫൂട്ടേജസ് ഇതുപോലെ ഒരു തിരിച്ചറിവ് പോലും ഒരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിക്ക് അവരുടെ ഗസ്റ്റിന്റെ പ്രൈവസി എന്ന് പറയുന്ന ഒരു സാധനം അല്ലേ? ഒരു ഹോട്ടലിൽ നമ്മൾ റൂം എടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രൈവസിയാ. അത് അവിടെ ആള് വന്നിട്ടുണ്ടോ വരാതിരിക്കുക, വന്നിട്ടുണ്ടെങ്കിൽ അത് കേസ് പരമായിട്ട് എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് ലീഗലി ആവശ്യമുള്ള അതോറിറ്റിക്ക് കൈമാറുന്നു. അതല്ലാതെ ലക്ഷ്മി പ്രിയ എന്ന് പറയുന്ന ഒരു ആക്ട്രസിന് ഈ ഒരു സാധനം ഈ പറഞ്ഞ ഹോട്ടലുകാർ കൈമാറിയിട്ടുണ്ട്, CCTV ഫുട്ടേജസ് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഹോട്ടലിനും ഈ സംഭവത്തിനും എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉള്ളത്? ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ ഇതുപോലെ ഒരു സ്ഥലത്ത് പോയി റൂം എടുക്കരുത്, അത്രേ ഉള്ളൂ. നമ്മൾ ആരെയും കൊണ്ടുവരുന്ന ആരുമായിട്ട് പോകുന്ന അവരെന്താ അറിയേണ്ട കാര്യം എന്തുവാ അല്ലേ? അപ്പൊ അങ്ങനെ വരുന്നെന്നല്ല ഞാൻ പറയുന്നത്. ഈ പറയുന്ന കാര്യം ബന്ധമില്ലാത്ത ഹോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ബന്ധമില്ലാത്തൊരു ഹോട്ടലിൽ നിന്ന് ഇതുപോലെ CCTV ഫുട്ടേജസ് ഒക്കെ അവർക്ക് കിട്ടണമെങ്കിൽ നല്ല ബന്ധത്തിൽ പോകുന്നുണ്ടല്ലേ. പിന്നെ ഈ ബന്ധമില്ല എന്ന് പറയുന്നത് എന്തിനാ? കാണും നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഡിസംബറിൽ ഞാൻ ഈ എമൗണ്ട് തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്തുനിന്ന് സെപ്റ്റംബറിൽ വാങ്ങിച്ചതല്ലേ, ഡിസംബർ വരെ എനിക്ക് പൈസ തന്നിട്ടില്ലല്ലോ. എനിക്ക് കാശിന് ആവശ്യം വന്നൊരു സമയത്ത് ഞാൻ പൈസ തിരിച്ചു ചോദിച്ചു. ആ കുട്ടി അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് തിരിച്ചു തരുകയും ചെയ്തു കേട്ടോ. എന്റെ അടുത്ത് രേഖയുണ്ട്, തന്നതിന് തെളിവുണ്ട്. അപ്പോ ഞാൻ ഈ കാശ് ചോദിച്ചത് ഇവൾക്കൊരു വിഷമമായി കണ്ടേക്കാം. പിന്നെ ടിനി ചേട്ടൻ ഒരു ദിവസം എന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. അതാണ് ടിനി ചേട്ടനോട് ഈ വൈരാഗ്യം വരാൻ കാരണം. ടിനി ചേട്ടൻ എന്റെ അടുത്ത് ചോദിച്ചു, ലക്ഷ്മി അവിടെ ഈ കന്യാകുമാരി പോയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം അൻസിബയ്ക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ചേട്ടാ, എനിക്ക് എന്റെ അങ്ങനെ ഒരു സംഭവമേ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ടിനി ചേട്ടൻ ഉടനെ പറഞ്ഞു, ഓ ലക്ഷ്മിയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ അടയും ചക്കരയല്ലേ, നിങ്ങൾ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെ അങ്ങനെ, അത് അവരുടെ സ്വകാര്യമായ കാര്യമാണ്, അതിൽ എനിക്ക് എന്താണ്?
അവർ കന്യാകുമാരി പോയാൽ എനിക്ക് എന്താ, പോയില്ലെങ്കിൽ എനിക്ക് എന്താ. അതിൽ ഏറ്റവും രസകരമായ സംഗതി എന്ന് വെച്ചാൽ അന്ന് ഇവര് 3 ദിവസം ഒറ്റയ്ക്ക് റൂമിൽ സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞപ്പം എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചില്ലറ എല്ലാം കൂടെ പെറുക്കി 3000 രൂപയോളം ഞാൻ ആ കൊച്ചിന്റെ കൈ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ലല്ലോ ഇദ്ദേഹം വരുമെന്നും ഇവര് കന്യാകുമാരി പോകുന്നൊന്നും എനിക്കറിയില്ല. 3000 രൂപയും കൊടുത്തിട്ട് 3000 രൂപയും കൊടുത്തിട്ട് കയ്യിലുള്ള ചില്ലറ എല്ലാം വാരി കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മൊത്തം ഒത്താശ ചെയ്തത്. കൂട്ടി 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 കുറച്ച് 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 കൊടുത്ത് 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 പോയി 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 വന്ന് 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 അവസാനം പ്രശ്നത്തിലേക്ക് കലാശിച്ചു അല്ലേ? തെളിവുകളും തെളിവായ പേപ്പറുകളും എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്. അവർ ഹോട്ടലിൽ റൂം എടുത്തെന്ന് പറയുന്നുണ്ട്. ഞാനൊരു ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള കേസാ. ഇവരെ വിളിച്ചു വരുത്തിയതിനെ തുടർന്നുണ്ടായ സംഭവമാണ്. ആ ഒരു കൊടുത്തിട്ടുള്ള കേസിന് തിരിച്ചൊരു കേസ് കൊടുക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം വന്നപ്പോഴത്തേക്കിന് നേരെ ഇവരെ കുടുംബപരമായിട്ടും ജീവിതപരമായിട്ടും നടക്കുന്ന ഒരു സംഭവം. ഇതിനെ നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയാൻ പറ്റത്തില്ല, സൊസൈറ്റി മീഡിയ എന്ന് വേണമെങ്കിൽ പറയാം. നാട്ടിൽ നടക്കുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ ഇത് തന്നെയാണ് സജിന ഫിറോസ് ഇല്ലേ നടന്നുകൊണ്ടിരുന്നൊരു കാര്യം, തൊപ്പി നടന്നുകൊണ്ടിരുന്നൊരു കാര്യം. ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഡേ. എല്ലാ മേഖലയെന്നുണ്ടല്ലോ. ഇനി വേറെ ഏതെങ്കിലും ആക്ടിവിസ്റ്റ് മേഖലയിൽ നിന്ന് വരെ വന്നു. ഇനി പുതിയ ഏതെങ്കിലും മേഖലയിൽ നിന്ന് ഇതുപോലൊരു ഐറ്റം വരാനുണ്ടോ? ഉടനെ പ്രതീക്ഷിക്കാം മിക്കവാറും കേട്ടോ. പുതിയ ഐറ്റം വല്ലതും വരുന്നുണ്ടോ എന്ന്. ബാക്കിയാണ് ഒരുപാട് സിനിമകളുണ്ട്. കഥ തുടർന്നുവാണെങ്കിലും ഭാഗ്യദേവതയാണെങ്കിലും ഇതിനപ്പുറമാണെങ്കിലും മോളി ആൻഡി റോക്സ് ആണെങ്കിലും ഒക്കെ ഞാൻ ഗംഭീരമായിട്ട് അഭിനയിച്ച ചിത്രങ്ങളാണ്. അതെ 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 അതെ. ഈ പറഞ്ഞ സിനിമകളെല്ലാം ഇവിടെ 100 കോടി രൂപ കളക്ട് ചെയ്തു 100 ദിവസമെങ്കിലും തിയേറ്ററുകളിലൂടെ സിനിമ ചെയ്തുകൊണ്ട് അതിഗംഭീര പ്രകടനമാണ് നിങ്ങൾ കാഴ്ചവെച്ചെന്ന് കാണുന്ന ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നാൽ പോലും എന്താ പറയാ, നമ്മളെ പോലുള്ള ആൾക്കാരെ അംഗീകരിക്കാൻ വളരെ വിഷമമാണ്. അതെന്തോ എന്നറിയ ചേച്ചി, നമ്മൾ അഭിനയിക്കുന്നവരെ എല്ലാവരും അംഗീകരിക്കുന്ന കൂട്ടത്തിലാണ്. ഈ അഭിനയിക്കുന്നവരെന്താ വേണമെന്നറിയോ? ഈ അഭിനയിക്കുന്നത് മൊത്തം പൊടിയിടാ. മറ്റേ നിങ്ങൾ കണ്ടോ റൂഫ് മാറ്റി പഴയ ആ ഒരു പ്രസരിപ്പില്ലെന്ന് തോന്നില്ലേ? ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരത്തെ ഇച്ചിരി കളറൊക്കെ ഉണ്ടായിരുന്നു. മേ ബി ഇത് ബ്ലാക്ക് ആക്കി. ഇപ്പം കുറച്ചും കൂടി ഇനി ചെയ്യാനുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസം വണ്ടി ഇല്ലായിരുന്നു. ഞാൻ വീട്ടിനകത്തിരുന്നല്ലേ ചെയ്ത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ കാറിനകത്തിരുന്ന് വിയർത്ത് ചെയ്യണം. എന്നാലേ ആ ഒരു പ്രസരിപ്പ് എൻ്റെ വീഡിയോയ്ക്കകത്ത് വരത്തുള്ളൂ അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമൻറ്റ്സ് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ രേഖപ്പെടുത്തുക. പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ളവരെല്ലാം വ്യക്തമായിട്ട് കൊടുത്തോണം. അപ്പം നമ്മൾ പറയാൻ വന്ന കാര്യം എന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയി. ഇപ്പം നിങ്ങൾ കണ്ട ക്ലിപ്പില്ല, അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യുക. അല്ലാതെ എനിക്ക് അറിയത്തില്ല എന്തോ പറയണം. ഒന്നുകൂടെ നമുക്ക് നോക്കാം. സിനിമകളുണ്ട്. കഥ തുടർന്നുവാണെങ്കിലും ഭാഗ്യദേവതയാണെങ്കിലും ഇതിനപ്പുറമാണെങ്കിലും മോളി ആൻഡി റോക്സ് ആണെങ്കിലും ഒക്കെ ഞാൻ ഗംഭീരമായിട്ട് അഭിനയിച്ച ചിത്രങ്ങളാണ്. പക്ഷേ എന്നാൽ പോലും എന്താ പറയാ, നമ്മളെ പോലുള്ള ആൾക്കാരെ അംഗീകരിക്കാൻ വളരെ വിഷമമാണ്. ആ ഒരു ഒറ്റ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കാൻ വരുന്നവർ അഭിനയിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ചെറുതായിട്ടുള്ള വല്ല സംസാരങ്ങൾ സംസാരിച്ചിട്ട് പോകണം. അല്ലാതെ ഇങ്ങനെ വന്നിട്ട് കുടുംബശ്രീ കളിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആരും അംഗീകരിക്കാനും നിൽക്കത്തില്ല. പിന്നെ സ്വയം നിലപാടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർജവത്തോടുകൂടി ബിഗ് ബോസിൽ പോയ ഒരു കോണ്ടസ്റ്റന്റ് ആണ് ബിഗ് ബോസിൽ കാണിച്ചത് റിയൽ ലൈഫിൽ കാണിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും വരുമ്പോഴത്തേക്കും ആരും അംഗീകരിക്കത്തില്ല. അത് അങ്ങനെയാ. അല്ലാതെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ രാഷ്ട്രീയം ഒന്നും ഇതിനകത്ത് വിഷയമൊന്നുമല്ല. നിങ്ങളുടെ നാക്കും നിങ്ങളുടെ വായിരിപ്പാണ് വിഷയം. എന്തുവാണെന്നുള്ളതിന്റെ അവസാനത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ദിവസം ജനറൽ ബോഡിയിൽ ആരെങ്കിലും ഒക്കെ കയറി നിന്ന് പറയും നമ്മൾ സഹോദരങ്ങളാണ്, സഹപ്രവർത്തകരാണെന്നൊക്കെ. ഈ സഹോദരനെയോ സഹപ്രവർത്തകനെയോ ഒന്ന് കണ്ടാൽ അദ്ദേഹം ഒന്ന് മിണ്ടുക പോലും നമ്മളെടുത്ത് ചെയ്യില്ല. മനസ്സിലായോ? എന്റെ അനുഭവം അല്ല, ഒരുപാട് പേർക്ക് എന്റെ അനുഭവം മാത്രമേ, എനിക്കത് തന്നെയാണ് അനുഭവം. എന്റെ ഒരു പുസ്തകം റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രമുഖ നടന്റെ അടുത്ത്, അതാണ് എന്റെ 3 വലിയ മനുഷ്യർ. എന്റെ ഒരു പുസ്തകം, ഏത് പുസ്തകം റിലീസ് ചെയ്യുന്നത്? കളുകൊടുക്കലും വല്ലതും ആണോ അതോ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇതിവൃത്തം പോലും അതാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത്? സമൂഹത്തിൽ പേരും പ്രശസ്തിയും അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്നു എന്ന് വെച്ചിട്ടാണോ മനുഷ്യനെ വലിയവനാക്കുന്നത്? മനുഷ്യനെ വലിയവനാക്കുന്ന ഘടകം എന്താണ് എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു പുസ്തകത്തിന്റെ കണ്ടന്റ് പോലും എനിക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോ ഇവിടെ ഉള്ളവരൊക്കെ നമ്മളോട് യാതൊരു ഇതുമില്ലാത്ത ഓരോ നടന്മാർ, അതെനിക്ക് പറയാൻ താല്പര്യമില്ല. ഒരു വലിയ നടൻ, മഹാനടൻ. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്. ആ മെസ്സേജൊക്കെ എന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ലക്ഷ്മിപ്രിയയുടെ പുസ്തക പ്രകാശനത്തിനും ലക്ഷ്മിപ്രിയയുടെ പുസ്തകത്തിന് അവതാരിക എഴുതാനും ലക്ഷ്മിപ്രിയയുടെ നാടകം കാണാനും ഒക്കെ വരുന്ന വിധത്തിൽ ലക്ഷ്മിപ്രിയ ഇനിയും വളരട്ടെ. അപ്പൊ അദ്ദേഹം ഐ എം നോട്ട് ഇൻ ടൗൺ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ഞാൻ ഇറ്റ്സ് ഫൈൻ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് കേട്ടു. ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലായ കാര്യം എന്തുവാന്ന്? ഈ വീഡിയോയുടെ ആദ്യം നിങ്ങൾ പറഞ്ഞില്ലേ, നമ്മൾ എത്രയോ നല്ല സിനിമകളിൽ അഭിനയിച്ചു, അതിഗംഭീരമായിട്ട് ഞാൻ പല സിനിമയിൽ അഭിനയിച്ചു, പക്ഷെ ആരും എന്നെ അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. ഇതാ സംഭവം.
കയ്യിരിപ്പ് ശരിയല്ല, നാക്ക് ശരിയല്ല, പിന്നെ ആരായിട്ട് അംഗീകരിക്കാനായിട്ടാ? സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഞാനായിട്ട് തന്നെ പറയണ്ട, നിങ്ങളായിട്ട് തന്നെ ഇൻ്റർവ്യൂവിൽ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, അതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ ഒരു സൈഡിൽ കൂടെ പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ അതിനകത്ത് വലുതായിട്ട് നമുക്ക് സംസാരിക്കാനൊന്നുമില്ല. ഇനി നാട്ടുകാർക്ക് തോന്നുന്നൊരു കാര്യം നിങ്ങളുടെ അതേ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി പറയുമ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൺവിൻസ് ആവും. നമ്മൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ യൂട്യൂബേഴ്സാണ്, നിങ്ങൾ ചിലപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു സൈഡിൽ കാറിനകത്ത് വീടിനകത്തേക്ക് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾ പറയുന്നതിന് എന്തോ കാര്യം എന്നൊക്കെ ഒരു കാര്യമില്ലെങ്കിൽ നിങ്ങൾ പറയും. പക്ഷേ അതിനകത്ത് സത്യം ഉണ്ടെന്നുള്ളത് കാണുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ നമ്മൾ ഒരു സൈഡിലോട്ട് കോർണർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമായിരിക്കും ഇത്. അതുകൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞത് കേൾക്കണ്ട. നിങ്ങളുടെ കൂടെയുള്ള അതേ ഇതിവൃത്തത്തിലുള്ള ഒരു സഹോദരി പറയുന്നതും ഒരു ചേച്ചി പറയുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു അമ്മ പറയുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു അമ്മൂമ്മ പറയുന്നതായിട്ടോ നിങ്ങളിത് കണ്ടാൽ മതി. ഞാൻ ഈ വീഡിയോ ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടിയാണ് ഇടുന്നത്. ലക്ഷ്മിപ്രിയ, കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയ നിങ്ങളെ കടന്നാക്രമിക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അങ്ങനെ കടന്നാക്രമിക്കാനുള്ള കാരണക്കാരി ആരാണ്? നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ തന്നെ ഒരു വടി കൊടുത്തിട്ട് എന്നെ അടിക്കി എന്ന് പറയുന്ന മാതിരിയല്ലേ? നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ യാതൊരു ബോധവും ഇല്ലാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതെ, ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ ആദ്യം പുള്ളിക്കാരി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, നമ്മളുടെ ഈ സംഘടന, ഞാൻ എല്ലാ വീഡിയോയിലും റിപ്പീറ്റ്ലി പറയുന്നതെന്നറിയോ, ഒട്ടും വിവരമില്ലാത്ത സ്ത്രീയാണ് ഇവരെന്നും വിവരം എന്ന് പറഞ്ഞ സാധനം ഇവരുടെ 7 അയലത്തൂടെ പോയിട്ടില്ല എന്നുള്ളതിന് തെളിവാത്. ഞങ്ങളുടെ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടന നമ്മുടെ പ്രധാനമന്ത്രിയെക്കാട്ടിലും നമ്മുടെ രാഷ്ട്രപതിയെക്കാട്ടിലും ആൾക്കാർ അറിയുന്ന വ്യക്തികൾ നമ്മുടെ സംഘടനയിൽ ഉള്ളത് കൊണ്ടാണ് ലോകമൊട്ടാകെ നമ്മളുടെ സംഘടനയെ ഉറ്റുനോക്കുന്നതെന്ന്, നമ്മളുടെ സംഘടനയിലെ പ്രശ്നങ്ങൾ നോക്കുന്നതെന്ന്. തലയ്ക്ക് വിവരവും വെള്ളിയാഴ്ച ഉള്ളവരാരെങ്കിലും പറയുന്ന ഡയലോഗാണോ ഇത്? അല്ല. നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ നിങ്ങളുടെ കമ്മിറ്റിയും അൻസിബയും തമ്മിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. പല 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 പ്രശ്നങ്ങളുണ്ടായി. അവർ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരും അത് വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തില്ല, വളരെ നിസ്സാരമായി അതിനെ തള്ളിക്കളഞ്ഞു. അവർക്ക് പറയാനുള്ളത് അവർ പുറം ലോകത്തോട് വന്ന് പറഞ്ഞു. ഈ പുറം ലോകത്ത് വന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് അവർ രാജിവെച്ച്, അതായത് ആദ്യം അവർ രാജിവെക്കുകയായിരുന്നല്ലോ, ആ രാജിവെച്ച് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് അവർ മോശമായിട്ട് ഒരു പരാമർശം നടത്തിയോ? വ്യക്തിപരമായി ഒരു വ്യക്തിഹത്യ നടത്തിയോ? ജനറൽ ബോഡിയിൽ വെച്ച് അവർക്ക് പറയാനുള്ളത് അവർ തെളിവ് സഹിതം ജനറൽ ബോഡിയുടെ മുമ്പാകെ പറഞ്ഞു. നിങ്ങളെല്ലാവരും ഉത്തരം മുട്ടി നിങ്ങൾ രാജിവെച്ച് പുറത്തു വന്നതിന് ശേഷം ഇനി ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനെ കാണിക്കുന്ന പോലെ നിങ്ങൾ അൻസിബയെക്കുറിച്ച് കുറേ പുതിയ കഥകൾ ഇറക്കുന്നു. അത് വളരെ മോശമായ കഥകൾ, ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത കഥകൾ. അവൾ മദ്യപിക്കും, അവൾക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് മറ്റൊരു പയ്യനുമായിട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? അൻസിബ മദ്യപിക്കോ അല്ലെങ്കിൽ അൻസിബ ഒരു പയ്യനുമായിട്ട് ബന്ധം അടുപ്പം ഉണ്ടെങ്കിൽ അത് അൻസിബയുടെ സ്വകാര്യ കാര്യം. അതും നിങ്ങളുടെ AMMA എന്ന് പറയുന്ന സംഘടനയുമായിട്ട് എന്താണ് ബന്ധം? അതാണോ നിങ്ങളുടെ പ്രശ്നം? അൻസിബ മദ്യപിക്കുന്നതോ അൻസിബയ്ക്ക് ഒരു പുരുഷ നമ്മൾ ഈ വ്യക്തിയുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വിയോജിപ്പുണ്ട്. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, നമ്മളെ വീഡിയോയ്ക്കകത്ത് എടുത്ത് ടോപ്പിക്കായിട്ട് ഇവരെ എടുത്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. എക്സ്പെഷ്യലി എനിക്കൊന്ന് ദിലീപിന്റെ ആ ഒരു വിഷയത്തിനകത്തായിരുന്നു ഇവർ മറ്റേ അതിജീവത ഇരയുടെ കൂടെ നിന്നിട്ട് ദിലീപിനെ വെറുതെ വിട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതെല്ലാം നമ്മുടെ അടുത്ത് നല്ല പക്കാ രീതി ഊക്കി വിട്ടിട്ടുള്ളത്. കാര്യം പറയാൻ നമ്മൾ അംഗീകരിക്കണം, സത്യസന്ധമായ കാര്യം. ഇതിനകത്ത് ഞാനായിട്ട് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളിതങ്ങ് കണ്ടു തീർത്താൽ മതി. ുള്ളതോ ആണോ നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് ഒരു പെണ്ണിനെ കുറിച്ച് മറ്റൊരു പെണ്ണായ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പരദൂഷണം പറയുന്നത് ലക്ഷ്മിപ്രിയ? അതുകൊണ്ടല്ലേ നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഒരു പരിഹാസ്യയാകുന്നത്? പ്ലീസ് ദയവേത് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തും. നിങ്ങൾക്ക് അൻസിബയുടെ അഭിപ്രായത്തിനോട് എതിരഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതി മുഖാന്തരം സംസാരിക്കൂ. തെളിവെല്ലാം കയ്യിലുണ്ടെങ്കിൽ കോടതി വഴി സംസാരിക്കൂ. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു കഥകൾ അത് ശരിയല്ലേ? മറ്റേ മിഥുനം സിനിമയ്ക്കകത്ത് നിൽക്കുന്നുണ്ട്, എന്റെ കയ്യിലുണ്ട്, ഇപ്പൊ ഞാൻ പൊട്ടിക്കും അങ്ങനെ നിൽക്കാതെ ചേച്ചി പൊട്ടിക്കണം.
അൻസിബയെ സംബന്ധിച്ച് അൻസിബ് ഒരു സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു ക്യാമറയുടെ മുന്നിൽ വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബിഗിനിങ് ടു എൻഡ് ജനങ്ങൾക്ക് കൺവിൻസ് ആവുന്നുണ്ട്. ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത രീതിയിൽ എവിടെയും നമുക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇട്, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ തെളിയിക്കുക, അല്ലെങ്കിൽ ആ പെണ്ണ് ചെയ്തതുപോലെ ഒരു നിയമപരമായിട്ടുള്ള പോരാട്ടമോ അങ്ങനെയുള്ള രീതിയിലേക്ക് പോകും. അതായത് സ്ട്രൈറ്റ് ഫോർവേഡ് അങ്ങനെ ഒരു സാധനം ചെയ്യും. അല്ലാതെ വന്നിട്ട് ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലുള്ള ആരോപണങ്ങൾ വീണ്ടും ഉന്നയിച്ചിട്ട് അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിനക്ക്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ അങ്ങ് തെളിയിച്ചേക്ക്. മ്ലേച്ഛകരമായ പ്രകടനമല്ലേ നിങ്ങൾ കാഴ്ചവെക്കുന്നത്? ഈ പ്രകടനം നിങ്ങളുടെ സിനിമയിൽ കാണിച്ചായിരുന്നെങ്കിൽ മിനിമം ഒരു 4 നാഷണൽ അവാർഡെങ്കിലും കേരളത്തിലേക്ക് വന്നതിനായിരുന്നു. അതിൽ 4 നിങ്ങളുടെ വീട്ടിലിരുന്നതിനായിരുന്നു. സത്യം കാര്യം കേട്ടോ, ഉള്ള കാര്യം പറയാം. 4 തരത്തില്ല കേട്ടോ, 3 തരത്തില്ല. 1 ടിൻടോൺ ചേട്ടൻ ഞങ്ങൾക്ക് കൊടുക്കണം, 1 ടിൻടോൺ ചേട്ടനും 4 നിങ്ങൾക്കും, 3 നിങ്ങൾക്കും. ടിൻടോൺ ചേട്ടന് കിട്ടുന്ന ബെസ്റ്റ് കൊമേഡിയൻ ഓഫ് ദി ഇയർ. വിടരുത്. ഉള്ളതോ ഇല്ലാത്തതോ എന്തുമായിക്കോട്ടെ, ഒരാളെ കുറിച്ച് സ്വകാര്യമായി സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഇത്തരം പരാമർശം നടത്തുമ്പോൾ ഈ 2026 ആരും ആ പെൺകുട്ടിയെ തെറ്റിദ്ധരിക്കില്ല. ആ കാലമൊക്കെ കടന്നുപോയി. അത്തരം കുലസ്ത്രീ പരിവേഷമൊക്കെ എന്നേ കടന്ന് സ്ത്രീകൾ ഒരുപാട് മുൻപോട്ട് വന്നു. ലക്ഷ്മിപ്രിയ, ദയവീത് അത് മനസ്സിലാക്കൂ. അതുകൊണ്ട് അൻസിബയോട് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങൾ ഒരു അഭിമുഖത്തിൽ കൂടെയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടെയോ നിങ്ങൾ സംസാരിക്കൂ. അല്ലാതെ അൻസിബയുടെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. അതിന് അധികാരം നിങ്ങൾക്കില്ല. അത് നിങ്ങൾ സംസാരിക്കും തോറും സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ പരിഹാസിയാകും. സമൂഹം നിങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. അതല്ലല്ലോ, അങ്ങനെയല്ലേ നടക്കത്തുള്ളൂ ചേച്ചി. മറ്റേ ബിഗ് ബോസിനകത്ത് കളിച്ചൊരു കളിയുണ്ടല്ലോ, അതേ കളി തന്നെ ഇവിടെ എടുത്തിട്ട് നമുക്ക് മുന്നിലേക്ക് കാണിക്കാനാണ് ചേച്ചി നോക്കുന്നത്. കാരണം അവിടെ എനിക്കൊന്ന് ചേച്ചി ഒരു പരിധി വരെ ഇത് സക്സസ്ഫുൾ ആയിട്ട് വന്നു. കാരണം അവസാനം 4 വന്ന് ബുള്ളറ്റ് കയറി ഇരുന്ന് ബാക്കിലോട്ട് പോകുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അവിടെ വരെ ചേച്ചി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേനും ഒരു വിഭാഗം ആൾക്കാർക്കെല്ലാം കോൺഫിഡൻസ് ആവുന്നുണ്ട്. ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അംഗീകരിക്കുന്നു. ചേച്ചി അത് ആ ഷോയില്ല, ആ ലിമിറ്റഡ് ഓഡിയൻസിനകത്തായിരുന്നു. ആ ഓഡിയൻസിനകത്ത് ജനറലൈസ് ചെയ്യല്, അത് ജനറലൈസ് ചെയ്യാൻ നിന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ അടി കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് ജനറലൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് ജനറലൈസ് ആവുന്ന ഒരു കാര്യമല്ല. അത് ലിമിറ്റഡ് ഓഡിയൻസിലും കുറച്ച് ആൾക്കാരിലേക്ക്, വോട്ട് ചെയ്യുന്ന ആൾക്കാരിലേക്ക് മാത്രം എത്തുന്നൊരു സാധനമായിരുന്നു. അതെടുത്തിട്ട് വലിയ രീതിയിലങ്ങ് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കിയപ്പോൾ നടന്നില്ല. ഇപ്പൊ അഖിൽമാരാർ തന്നെ എക്സാമ്പിൾ അല്ലേ, എന്ത് സപ്പോർട്ടായിരുന്നു അവിടെ, ഊമ്പിയ സപ്പോർട്ടല്ലായിരുന്നു. ഇപ്പൊ എന്താ അവസാനം എന്തുമായി? ആ സപ്പോർട്ട് ഇവിടെ കിട്ടിയോ? ബിഗ് ബോസ് വോട്ട് ചെയ്ത് ജയിച്ചെന്നും പറഞ്ഞ് ഇവിടെ നാട്ടിൽ വോട്ട് ചെയ്ത് ജയിച്ചോ? ഇല്ല. അത്രേ ഉള്ളൂ. ഒന്നും കൂടെ കൺവിൻസ് ആവുന്ന കാര്യമില്ല, നടക്കുന്ന കാര്യമില്ല. മാറ്റിപ്പിടി, ട്രാക്ക് മാറ്റിപ്പിടി. പഴയ രീതിയിലേക്ക് വരാതെ പുതിയ എന്തെങ്കിലും ഐറ്റങ്ങൾ ഉണ്ടെങ്കിൽ എടുത്ത് കാണില്ല. അതാകുമ്പോൾ പറയുന്ന ഞങ്ങൾക്കും കാണുന്ന നിങ്ങൾക്കും പുതിയ ഓരോ അനുഭവങ്ങൾ കാണാമല്ലോ. അപ്പം